നമ്മൾ ചെടികൾ വെക്കുമ്പോൾ പോട്ടി മിക്സിന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ സൂര്യപ്രകാശത്തിനും കൊടുക്കണം. സൂര്യപ്രകാശം എന്ന് പറയുമ്പോൾ പ്രകാശം മാത്രമാണ് അർത്ഥാക്കണത്, ചൂട് അല്ല കേട്ടോ. ഇപ്പോഴത്തെ ചൂടൊന്നും ചെടികൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഈ ചെടി കണ്ട ആകെ വെള്ളാമ്പിച്ച പോലെയായിട്ടുണ്ട്. മഞ്ഞ കളറായിരുന്നു, മഞ്ഞ കളർ വീണ്ടും കൂടിയിട്ടാണ് അത് വെള്ളാമ്പിച്ച് വന്നത്. അപ്പോൾ ഇത് ഫംഗസ് ആണോ, വൈറ്റമിൻസിൻ്റെ കുറവാണോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതിൽ നമ്മൾ പലതും ചെയ്തു നോക്കി. പക്ഷേ എനിക്ക് അവസാനമാണ് മനസ്സിലായത് സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് അതിങ്ങനെയായിപ്പോയെന്ന്. പക്ഷേ അതിലിപ്പോൾ കണ്ട പുതിയത് വരുന്ന ഇലകളൊക്കെ പച്ചപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഇലകളിലേക്കും പച്ചപ്പ് കുറേശ്ശെ അതിൻ്റെ ഞരമ്പുകൾ വെയിൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പ് കയറി വരുന്നത് കാണാൻ പറ്റും. നമ്മുടെ പെറ്റൂണിയയുടെ നല്ല ചെടികളായിരുന്നു അത്, നല്ല ബുഷിയായിട്ട് വളർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ ചെറിയൊരു നോട്ടപ്പശക് അതിനെ ഈ പരുവത്തിലേക്ക് ആക്കിയത്. നമുക്ക് ചെടികൾ വളർത്തുമ്പോൾ ഈ വ്യത്യാസം, അതായത് ചെടിക്ക് സംഭവിക്കുന്നത് ന്യൂട്രീഷൻ കുറവാണോ, അതോ ഫംഗസ് ആണോ, അതോ വേറെ എന്തെങ്കിലും ഇതുപോലെയുള്ള വെയിൽ, വെള്ളം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയാൽ ചെടികളെയും നല്ല ആരോഗ്യത്തോടു കൂടി വളർത്താൻ പറ്റും കേട്ടോ. ഈ ചെടിക്ക് വെയിൽ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ചില ചെടികൾക്ക് വെയിൽ കുറഞ്ഞാലും ഇതുപോലെ മഞ്ഞ കളറായി അതിന് ശേഷം വെള്ള കളറിലേക്ക് മാറിയെന്ന് വരാം. അത് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ.